ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് രേഖ ചിത്രം റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ജോബിൻ ടി ചാക്കോ, റൈറ്റർ ജോൺ മന്ത്രിക്കലും രാമു സുനിലും. മ്യൂസിക് ചെയ്തേക്കുന്നത് മുജീബ് മജീദും പിന്നെ ക്യാമറമാൻ അപ്പു പ്രഭാകറും. ഇത്രയാണ് ഇതിനകത്ത്. പിന്നെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആസിഫ് അലി, അനശ്വര രാജൻ. ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് ആദ്യമേ ഇറങ്ങിയ ഒരു പോസ്റ്റർ മാത്രം, അനശ്വരയുടെയും ആസിഫ് അലിയുടെ ഒരു പോസ്റ്റർ ഇറങ്ങിയല്ലോ, ഫസ്റ്റ് ലുക്ക്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒന്നും കണ്ടില്ല, ഫുള്ള് ബ്ലാങ്ക് ആയിട്ടാണ് പോയി കണ്ടത്. പടം എങ്ങനെ ഉണ്ടെന്ന് കണ്ടത്. എനിക്ക് ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എടുത്തേക്കുന്ന തീം നല്ല കിടിലൻ തീമാണ്. അതായത് ഞാൻ ഈ മലയാളത്തിൽ ഇതേപോലത്തെ ഒരു തീം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് പണ്ട് ഉള്ളൊരു സിനിമയെ ബേസ് ചെയ്ത് അതിനകത്തുനിന്ന് പോകുന്നൊരു സ്റ്റോറി. അത് ഇപ്പോൾ 2024 ആ സ്റ്റോറിയുടെ ആ ഒരു കേസിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റോറി. ടോട്ടലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ തീമിനെ വെച്ച് ഒരു സ്റ്റോറി ആയിട്ട് വന്നപ്പോൾ എനിക്ക് സിനിമയെ വെച്ച് മൊത്തത്തിൽ നോക്കിയപ്പോൾ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത്. ഇപ്പം പെർഫോമൻസ് ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആസിഫ് അലിക്കാണെങ്കിൽ ഇപ്പം കുറേ നാൾ കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സിനിമാക്കാരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ഇട്ടിട്ടുണ്ടല്ലോ. അഡിഗോസ്, അമിഗോ, തലവൻ, പിന്നെ ലെവൽ ക്രോസ്. ഈ പടങ്ങളൊക്കെ ഇതിനകത്ത് തലവൻ മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു ഇതായിട്ട് എനിക്ക് സ്റ്റോറി ബേസിൽ. പെർഫോമൻസ് ഈ പുള്ളി നല്ലതായിരുന്നു. ഇതിനകത്തും പുള്ളിക്ക് അത്രയും അതിനെ വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് ചെയ്യാൻ അത്ര പുള്ളി തുടങ്ങുന്ന അവസാനം വരെ ഉണ്ട്. പക്ഷേ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കത്ര ഒരു ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിലും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് തോന്നുമല്ലോ. അത് ഇതിനകത്ത് എവിടേക്കോ മിസ്സായി പോയിൻ്റ് ഔട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഫ്രെയിമൊക്കെ നല്ലത്. തുടക്കം ഒരു സോങ്ങിൽ കൂടെ ഒരു ഡ്രോൺ ഷോട്ടിൽ കൂടെയാണ് കാണിക്കുന്നത് തുടക്കമൊക്കെ. അതിനകത്തൂടെ ഒരു ആസിഫ് അലിയുടെ ഒരു ജീവിത ശൈലിയൊക്കെ വെച്ച് ഒരു നല്ല ഫ്രെയിമിലൊക്കെ നല്ലൊരു സോങ് പോകുന്നുണ്ട്. ആ സോങ്ങിൽ കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പടത്തിലോട്ട് വരുമ്പം ഇനി ഇൻ്റർവെല്ലില്ല കേട്ടോ. ഇൻ്റർവെല്ലില്ല ഈ പടത്തിന്. പക്ഷേ ഈ പകുതിയാക്കി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ്റർവെല്ലായിട്ട് ഒരു പ്രത്യേകമായിട്ട് എടുത്തിട്ടില്ല. പഴയ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ, അതായത് മമ്മൂക്കയുടെ പഴയ ഒരു സിനിമ കാതോടെന്നും പറയുന്ന ആ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു ക്രൈം, അതിനെ ബേസ് ചെയ്ത് കണ്ടിന്യൂവേഷനായിട്ട് 2024 പോകുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല മികച്ചതായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്യാമറയും എല്ലാം നല്ലതായിട്ട് കാണിച്ചിട്ടുണ്ട്. അനശ്വരയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വില്ലത്തിയായിട്ട് വന്ന ആ പെണ്ണിൻ്റെ അത് പേരെനിക്ക് അറിയത്തില്ല. അവരും ആ ഒരു ക്യാരക്ടർ പിടിച്ച് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒത്തിരി കാമിയോ സിദ്ദിഖുണ്ട്. സിദ്ദിഖിനെ തുടങ്ങിയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ കാമിയോ ഒത്തിരി വരുന്നുണ്ട്. ഡയറക്ടർ കമലൊക്കെ വരുന്നുണ്ട്. പിന്നെ ജഗദീഷ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാമിയോസൊക്കെ വരുന്നുണ്ട്. എല്ലാം ഒരു ചേരുവ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് നമുക്ക് കണ്ടെത്തേണ്ട ഒന്നും നമുക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല. എല്ലാം അങ്ങോട്ട് നിരത്തി ഇന്ന എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലോട്ടിട്ട് തരുന്നതിൻ്റെ കൂട്ടൊക്കെ എല്ലാം എനിക്ക് കണ്ടിട്ട് തോന്നിയത്. പിന്നെ നല്ല രീതിയിൽ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പടവുമല്ല, അത്ര പന്ന പടവുമല്ല. ഒരു ആവറേജ് രീതിയിൽ കാണാൻ പറ്റിയൊരു പടം. എനിക്ക് ഈ പടം അത്ര ഇഷ്ടമായിട്ടില്ല. എന്നുവെച്ചാൽ ആ തീം നല്ലതായിട്ടുണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്ത് മൊത്തത്തിൽ വന്നപ്പം എനിക്കൊരു വല്ലാത്തൊരു ഇതായിട്ട് പോയി. എനിക്കത്ര കണക്റ്റ് ആയില്ല. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേര്, ധാരാളം പേര് കാണും. അവർ പോയി കാണുക, പടം സപ്പോർട്ട് ചെയ്യുക. എനിക്കിതൊരു ആവറേജ് പടം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.